കാസർഗോഡ് ആദൂർ കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യ സൗപർണികയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വീട്ടിന്റെ മുകൾ നിലയിലെ ബെഡ്റൂമിൽ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തുകയായിരുന്നു. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ കർമ്മന്തോടി മൂടാംകുളത്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പുതുതായി പണിത വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ ഫാനിലാണ് ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തിയത്. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെയിറക്കി മുള്ളേരിയയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. മുളിയാർ പാത്തനടുക്കം സ്വദേശിനിയായ സൗപർണിക നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യയാണ്. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. 1 മാസം മുൻപാണ് കുടുംബം പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത്. ചടങ്ങിൽ പങ്കെടുക്കുവാനായെത്തിയ ഭർത്താവ് രാജേഷ് കുമാർ പിന്നീട് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 ശനിയാഴ്ച രാവിലെ 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് സൗപർണിക ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിവരമറിഞ്ഞ് ഭർത്താവ് രാജേഷ് കുമാർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആദൂർ ഇൻസ്പെക്ടർ RC ബിജുവിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഭർത്തൃമതികളായ യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം തുടർക്കഥയാകുന്നത് വലിയ ആശങ്കയ്ക്കാണിടയാക്കുന്നത്. സൗപർണികയുടെ മരണം കൂടാതെ കാസർഗോട്ടും പരിസരങ്ങളിലുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭർത്തൃമതികളായ 3 യുവതികളാണ് തുടർച്ചയായി മരണപ്പെട്ടത്. എല്ലാ സംഭവങ്ങളിലും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.